കടൽക്ഷോഭം രൂക്ഷമായ എടവനക്കാട് തീരദേശ മേഖലയിൽ മന്ത്രി പി രാജീവ് അവിടെ തീരദേശവാസികളെ കാണുകയാണ്. അദ്ദേഹം അവിടെ സന്ദർശിക്കുകയാണ്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീകാന്ത്, പറയൂ, എന്താണ് വിവരം? ഗോപി, നിലവിലിപ്പോൾ ഞാൻ നിൽക്കുന്നത് എടവനക്കാട് തീരദേശ മേഖലയിലാണ്. ഇവിടെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഈ കല്ലടുക്കിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ജിയോ ട്യൂബ് നിരത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക്, സാധാരണക്കാരായ തീരദേശവാസികൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഈ മൺസൂൺ കാലമായി കഴിഞ്ഞാൽ. കാരണം കടൽ ഈ വെച്ചിട്ടുള്ള ഈ കല്ലും അതോടൊപ്പം ജിയോ ട്യൂബും ഒക്കെ കടന്ന് ഇങ്ങ് കരയിലേക്ക് കയറി വരുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉള്ളത്. മുൻപ് ചെല്ലാനത്തൊക്കെ തന്നെ ഇതേ പ്രശ്നം, ഈ പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ചെല്ലാനത്ത് ടെട്രാപാഡ് ഒരുക്കി അവിടെ പരമാവധി ഈ പ്രശ്നത്തിന്, ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാരിന് സാധിക്കുകയും ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ ഇവിടെയും ടെട്രാപാഡ് സ്ഥാപിച്ച് ഇപ്പോഴത്തെ ഈ കടൽ കയറ്റ ഭീതി, ഈ കടൽ കയറ്റ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഇവിടുത്തെ ആളുകളുടെ ആവശ്യം. ഇപ്പോൾ മന്ത്രി പി രാജീവ് ഇവിടം സന്ദർശിക്കുന്നുണ്ട്. മന്ത്രി പി രാജീവിനോട് ഇവിടുത്തെ ജനങ്ങൾ, തീരദേശവാസികൾ തങ്ങളുടെ പ്രശ്നങ്ങൾ, ആകുലതകൾ, ആവശ്യങ്ങൾ അദ്ദേഹത്തിന് മുൻപാകെ വെക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹം അവരോട് എത്തി സംസാരിച്ചു. ഈ ടെട്രാപോഡ് എന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഈ തീരദേശത്തെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണലാണ് ഇവരുടെ ആവശ്യം. നേരത്തെ ദേശീയപാതയടക്കം ഉപരോധിച്ചുകൊണ്ടുള്ള സമരം ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ആ ആവശ്യത്തിലാണ് ഇപ്പോൾ സർക്കാർ പ്രതിനിധിയായി മന്ത്രി പി രാജീവ് ഇവിടെ എത്തി ഇപ്പോൾ ഇവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. മന്ത്രി പി രാജീവിനെ ഇപ്പോൾ സന്ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തോട് നമുക്ക് ഈ വിഷയത്തിലൊന്ന് സംസാരിക്കാം എന്ന് തോന്നുന്നു. മിനിസ്റ്റർ ഇപ്പോൾ ഇവിടെ ഇപ്പൊ മിനിസ്റ്ററുടെ സന്ദർശനം നടത്തി, ഈ വിഷയത്തിൽ എന്തായിരിക്കും ഒരു ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നത്? ഇത് നേരത്തെ തന്നെ നമ്മളൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. MLA-യുടെ അഭ്യർത്ഥന പ്രകാരം ചെന്നൈ IIT തീരദേശ കോർപ്പറേഷൻ ചേർന്നൊരു പഠനം നടത്തിയിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവര് നൽകിയ നിർദ്ദേശങ്ങൾ ഈ മേഖലയിലുള്ള ജനപ്രതിനിധികളുമായിട്ട്, പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, അതുപോലെ തന്നെ MLA, മുൻ MLA, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഇവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് അതിന് അവസാന രൂപം നൽകി. മന്ത്രി പി രാജീവ് ഇപ്പോൾ എടവനക്കാട് തീരപ്രദേശത്ത് കഴിയുന്നവരെ, കടൽക്ഷോഭം രൂക്ഷമായ എടവനക്കാട് മന്ത്രി പി രാജീവ് സന്ദർശിക്കുകയാണ്. അവിടെ തീരദേശവാസികളുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റും 40% സംസ്ഥാന ഗവൺമെന്റുമാണ്. ആ പദ്ധതിക്ക് അംഗീകാരം കിട്ടിയിട്ടില്ല. അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ സംസ്ഥാന വിഹിതം നൽകുന്നതിന് തയ്യാറാണെന്നുള്ള കാര്യം കൂടി കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് കണ്ടിട്ടുള്ളത്. ഇതുകൂടാതെ നമ്മളൊരു 5300 കോടി രൂപയുടെ തീരദേശ സംരക്ഷണ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. കിഫ്ബി വഴിയാണ് ഇത്തരം കാര്യങ്ങൾ നടത്താൻ തീരുമാനിച്ചിരുന്നത്. അതിന്റെ ആദ്യഘട്ടമായിട്ടാണ് ചെല്ലാനത്ത് 355 കോടിയുടെ പദ്ധതി നടപ്പിലാക്കിയത്. പക്ഷേ കിഫ്ബിക്കെതിരെയുള്ള ഇതും കിഫ്ബി എടുക്കുന്ന വായ്പയും സർക്കാർ വായ്പയായി പരിഗണിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എല്ലാവർക്കും കൂടി പറയാമോ? നമ്മുടെ കൺവീനർ അവിടെ എങ്ങോട്ട് കിട്ടോ? റെഡി. മന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് എടവനക്കാടാണ്. കടലാക്രമണ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം വേണമെന്ന് നേരത്തെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികൾ MLA KN ഉണ്ണികൃഷ്ണൻ നേതൃത്വത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരദേശ കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി ചെന്നൈ IIT-യുടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. അവര് 185 കോടി രൂപയുടെ പദ്ധതിയാണ് ആദ്യം സമർപ്പിച്ചിരുന്നത്. അവർ ടൂറിസം വരുന്ന ചെറായി, കുഴിപ്പള്ളി 2 ബീച്ചുകൾ ഒഴിവാക്കി 145.87 കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചിരുന്നു. ആ പദ്ധതി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മുൻ ജനപ്രതിനിധികൾ ഇവരെല്ലാം ചേർന്ന് വിശദമായ യോഗം ചെന്നൈ IIT-യുടെ പ്രതിനിധികളും തീരദേശ കോർപ്പറേഷൻ MD-യും പങ്കെടുത്ത് നടത്തിയിരുന്നു. അവർ വച്ച നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് അവസാന രൂപം നൽകി. ആ പദ്ധതി PMSSY-യിൽ
കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയുടെ പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനുവരി 12 സംസ്ഥാന ഗവൺമെന്റ് വിശദമായ റിപ്പോർട്ട് സഹിതം കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. അതിൽ 60% യൂണിയൻ ഗവൺമെന്റും 40% സംസ്ഥാന ഗവൺമെന്റുമാണ്. 40% സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിക്കാൻ തയ്യാറാണെന്നുള്ള കാര്യവും യൂണിയൻ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരുള്ള അവരുടെ സംവിധാനത്തെ ഇതിന്റെ ഇവാലുവേഷൻ റിപ്പോർട്ടിന് വേണ്ടി നൽകിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ കടലാക്രമണ പശ്ചാത്തലത്തിൽ വീണ്ടും ഫിഷറീസ് വകുപ്പുമായി കേന്ദ്ര വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ പരിഹാരമാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ പൊതുവെ തീരദേശ സംരക്ഷണത്തിന് ഒരു കാലത്തും ഇല്ലാത്ത നിലപാടാണ് ഈ സർക്കാർ കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം തീരദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ പ്രത്യേക രീതിയിലുള്ളതാണ്. വേണമെങ്കിൽ നഗരപ്രദേശങ്ങളിൽ ആദിവാസി തുല്യമായ സാമൂഹിക ഘടകം ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റു തലങ്ങളിലെല്ലാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് തീരദേശത്ത് താമസിക്കുന്നവർ. അവരുടെ സംരക്ഷണം പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി ഏറ്റെടുത്തിട്ടാണ് 5300 കോടി രൂപയുടെ ഒരു തീരദേശ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. അതും കിഫ്ബി വഴിയും കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമാണ്. യഥാർത്ഥത്തിൽ കടൽ തീരം കേന്ദ്ര ഗവൺമെന്റിന് ദേശീയ അതിർത്തിയാണ്. എന്നാൽ കഴിഞ്ഞ കുറെ വർഷമായി 1 രൂപ പോലും നമ്മുടെ കടൽ തീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി കടൽ ഭിത്തി കെട്ടുന്നതിനോ മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ യൂണിയൻ ഗവൺമെന്റ് നൽകുന്നില്ല. അത് കുറെ വർഷമായി ആ രീതി തുടരുകയാണ്. യൂണിയൻ ഗവൺമെന്റ് സഹായം ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തതാണ്. പക്ഷെ അത്തരം സഹായം ഇല്ലാതെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണെങ്കിലും കിഫ്ബി വഴി ഫണ്ട് സമാഹരിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നാണ് ഞങ്ങൾ കണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് 7.5 കിലോമീറ്ററിന് വേണ്ടി 345 കോടി രൂപ ചെലവഴിച്ച് ചെല്ലാനത്തെ ടെട്രോപാഡ് സംവിധാനം കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത്. അത് വിജയകരമായിരുന്നു. എറണാകുളം എടവനക്കാട് കടൽക്ഷോഭം നേരിടുന്ന സാഹചര്യത്തിൽ മന്ത്രി പി രാജീവ് തീരപ്രദേശത്തുള്ളവരെ കാണുകയാണ്. സർക്കാർ പ്രഖ്യാപിക്കുന്ന പുതിയ പദ്ധതികളെ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു പി രാജീവ് മാധ്യമങ്ങളോട്.